ഏറ്റവും അവസാനം ഈ മോഡിഫിക്കേഷൻ വാഹനങ്ങൾക്ക് വരെ ചെയ്യാം യുവാക്കൾക്ക്. അത് യുവാക്കൾക്ക് ആകർഷകമായ കാര്യമാണ്. മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നൊക്കെയുള്ള. ഇപ്പോൾ യുവാക്കളെ കൺസിഡർ ചെയ്തു, അവരെ ഫോക്കസ് ചെയ്തു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി UDF അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, 2016 2021 തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്നും കുറേയധികം സോഷ്യൽ ഗ്രൂപ്പുകൾ ഈ UDF നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഏതൊക്കെ സോഷ്യൽ ഗ്രൂപ്പുകളാണ് അകന്നുപോയത്, ആ സോഷ്യൽ ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് വീണ്ടും UDF ക്യാമ്പിലേക്ക് UDFിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ UDF നടത്തി. അപ്പോൾ കുറേയധികം സോഷ്യൽ ഗ്രൂപ്പുകളെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആകർഷിക്കാൻ UDFന് സാധിച്ചു. അപ്പോൾ ആ സോഷ്യൽ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു പിൻബലം UDFന് ഉണ്ടായി. അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് സംഘടനാ ബലമാണ്. സംഘടന പരിപോഷിച്ചു. അപ്പോൾ 2 പ്രാവശ്യം തുടരെ തോക്കുന്നതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലുമൊക്കെയുള്ള സംഘടന ശക്തമല്ല, സംഘടന ശോഷിച്ചു. അപ്പോൾ ബൂത്ത് കമ്മിറ്റികളും പഞ്ചായത്ത് ലെവലിലുള്ള സംഘടനയുമൊക്കെ വളരെ ശക്തി ആർജിച്ചതാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ബലമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF എക്കാലത്തെ നേട്ടം കൈവരിച്ചതിൻ്റെ കാരണം സംഘടനയെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ, ബൂത്ത് ലെവലിൽ, അതുപോലെ പഞ്ചായത്ത് ലെവലിൽ വളരെ അധികം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ബലമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടത്.